എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ള ധനുഷ്കോടിയിലാണ്. ധനുഷ്കോടിയിൽ നമ്മൾ രാമേശ്വരത്ത് എത്തിയിട്ട് ഏതാണ്ട് 5-6 ദിവസമായി. മഴയൊക്കെ കാരണം നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാതിരിക്കുമായിരുന്നു. ഇപ്പോൾ ഇന്നിപ്പോൾ മഴയ്ക്ക് ചെറിയ കുറവുണ്ട്. അപ്പോൾ നമ്മൾ രാമേശ്വരത്തു നിന്ന് നേരെ ധനുഷ്കോടിക്ക് വന്നു. ധനുഷ്കോടിയുടെ പകുതി എത്തി വണ്ടി നിർത്തി. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി കടത്തി വിടുന്നില്ല. അവിടുന്ന് 5 കിലോമീറ്റർ ഫ്രണ്ടിലേക്ക് നമ്മൾ നടക്കണം. ശരിക്കും തമിഴ്നാട് എത്തിക്കഴിഞ്ഞാൽ ധനുഷ്കോടി വരണം. ഒരു അടിപൊളി ഒരു ഏരിയ കാണേണ്ട ഒരു ഇതും കൂടിയാണിത്. അതെ അതെ, നല്ല രസമുണ്ട്. അതേപോലെ നമ്മൾ പറഞ്ഞ പോലെ ആ വഴിയുടെ അവിടുന്ന് പകുതിക്ക് വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ഇവിടെ വെള്ളം കയറി കിടക്കുന്നതുകൊണ്ടാണ്. അവിടുന്ന് 5 കിലോമീറ്റർ നമ്മൾ ഇതിൻ്റെ എൻഡിങ് പോയിന്റിലേക്ക് നടക്കണം. നല്ല രസമുണ്ട് കേട്ടോ, കാണാൻ അതിമനോഹരം എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം 2 കടലിൻ്റെ നടുക്കൂടെ ഒരു പാത, അതിലൂടെ നമ്മൾ നടന്നു പോകുന്നു. എന്താ പറയുക, 2 കടലിൻ്റെ കൂടിച്ചേരലിൽ നിന്നും പിന്നെ അതുപോലെ തന്നെ ശ്രീലങ്കയായിട്ട് ഒരു 15 കിലോമീറ്റർ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലം. പിന്നെ ഇഷ്ടം പോലെ പിന്നെ പണ്ട് കടൽക്ഷോഭം അതുപോലെ പേമാരി ഉണ്ടായപ്പോൾ നശിച്ചു പോയ പള്ളികൾ, അതുപോലെ ക്ഷേത്രങ്ങൾ, അതുപോലെയുള്ള വീടുകൾ, അങ്ങനത്തെ കുറേ ഉപേക്ഷിക്കപ്പെട്ട കുറേ പിന്നെ ഒരു ഉപേക്ഷിക്കപ്പെട്ട നഗരം എന്ന് തന്നെ പറയാം. കാരണം തമിഴ്നാട് സർക്കാർ ഇതിനെ ഗോസ്റ്റ് പ്ലേസ് എന്നാണ് വിളിക്കണത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോണുകൾക്ക് റേഞ്ച് കുറവായിരിക്കും. റേഞ്ച് കിട്ടാറില്ല. പിന്നെ അതുപോലെ ഇഷ്ടംപോലെ കാഴ്ചകൾ ധനുഷ്കോടി വന്ന് കാണാനുണ്ട്. ഒരിക്കലും നമ്മളെ തളർത്തില്ല, ഉണർത്തുള്ളൂ ധനുഷ്കോടി. ആ ഒരു ഫീലിംഗാണ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി നമുക്ക് കണ്ടു നോക്കാം. അപ്പം നമ്മൾ പിന്നെ നടന്നുകൊണ്ടിരിക്കുവാണ്. ധനുഷ്കോടിയുടെ അവസാന ഭാഗത്തേക്ക്, അതായത് ഇതിന്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്നിട്ട് നമ്മൾ എത്താറായി. സമയം 8:30 ആയതേ ഉള്ളൂ. ഇപ്പോൾ സമയം 8:30 ആയതേ ഉള്ളൂ. ഇവിടെ വരുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കുക, അത്യാവശ്യം രാവിലെ വരാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഭയങ്കര ജനമാണ്. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് ഭയങ്കര ജനമാണ്. രാവിലെ വന്നു കഴിഞ്ഞാൽ ഇത് തമിഴ്നാട്ടിൽ വരുവാണെങ്കിൽ ധനുഷ്കോടി വന്നിരിക്കണം. വാവ്. അങ്ങനെ ഞങ്ങൾ നടന്നത് അവസാനം ധനുഷ്കോടിയുടെ അവസാന പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇതേ ലിവിൻ ആ സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലുണ്ട്. രാവിലെ ഇപ്പോൾ ഒരു സമയം 9 മണിയായി. നല്ല വെയിലുണ്ട്. അതെ, അത്രയ്ക്കും ചൂടാണ്. അടിപൊളി. ഇഷ്ടംപോലെ യാത്രക്കാരും എല്ലാവരും ഉണ്ട്. അതിമനോഹരമായി ഞങ്ങളിവിടെ വന്ന് ഇപ്പം കുറേ പേരെ പരിചയപ്പെട്ടു. അതിൽ റൈഡേഴ്സിനെ കുറേ പേരെ പരിചയപ്പെട്ടു. അതിൽ ഒരു 75% മലയാളികൾ തന്നെയാണ്. അവർക്ക് നമ്മളെ കണ്ടപ്പോൾ ഭയങ്കര യഥാർത്ഥമായിട്ട് ധനുഷ്കോടിയിലെ ഈ ഒരു മനോഹാരിത തന്നെയാണ് മെയിനായിട്ട് നമ്മൾ എടുത്തു കാണിക്കാന്ന് പറയുന്നത്. അതായത് കടലിൻ്റെ 2 വശത്തുകൂടെയുള്ള ഈ പാത, ഇത് ചെന്ന് അവസാനിക്കുന്നോടം വരെയുള്ള യാത്രയാണ് ശരിക്കും ധനുഷ്കോടിയുടെ ഒരു മുഖമുദ്ര എന്നൊക്കെ നമുക്ക് വേണേൽ വിളിക്കാം. അത്ര മനോഹരമായ ഒരു യാത്രയാണ്. 2 കടലിൻ്റെ സൈഡിൽ കൂടി ഒരു പാത, അതൊരു അതിമനോഹരമായ ഒരു യാത്രാനുഭവം തന്നെ നമുക്ക് നൽകും. അതിന് വേറൊരു സംശയമില്ല എന്ന് നമുക്ക് ഉറപ്പ് നൽകാം. ശരിക്കും ധനുഷ്കോടിനെ ഈ തമിഴ്നാട് സർക്കാർ ഗോസ്റ്റ് പ്ലേസ് ആയിട്ടാണ് കാണുന്നതെങ്കിലും ഇവിടെ താമസമൊക്കെ ഉണ്ട് കേട്ടോ. ആൾക്കാർ പിന്നെ ജീവിതം മുന്നോട്ട് നയിക്കുന്നുണ്ട് ഇവിടെ. അവർ എല്ലാവരും പിന്നെ എന്നാ പറയുക, ഇന്ത്യൻ തപാലിന്റെ ഓഫീസൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ത്യൻ തപാലിന്റെ ഓഫീസൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ജീവിക്കുന്നത് ഈ മത്സ്യബന്ധന മാർഗത്തിലൂടെയാണ് ജീവിക്കുന്നത്. അപ്പോൾ എന്നാ പറയാ, ഞാൻ വിചാരിച്ചില്ല ഇവിടെ കാറ്റ് കോളും ആയതുകൊണ്ട് കടലിന്റെ ഉള്ളിലോട്ട്. ചില ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല എന്ന് പറയുന്ന പോലെയാണ് ധനുഷ്കോടി. കാരണം എന്ത് വാക്കുകൾ കൊണ്ട് ഇതിനെ വർണ്ണിക്കുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അത്ര മനോഹരമാണ് കാഴ്ചകൾ. അതായത് 2 കടലിന് നടുക്കുള്ള ഈ യാത്ര നമുക്കൊരു പ്രത്യേക അനുഭവം തന്നെ തരും. വഞ്ചികളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വഞ്ചികൾ ഇങ്ങനെ ഇവിടെ നമ്മൾ ഈ ഇച്ചിരി ഇങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ വഞ്ചിയൊക്കെ ഇങ്ങോട്ട് കയറി കിടക്കുന്നുണ്ട്. മത്സ്യബന്ധനത്തിന് പോകുന്ന വഞ്ചികളാണ്. ഈ കാറ്റിൻ്റെ ഒരു വ്യതിയാനം കാരണം ആരും ഉള്ളിലോട്ട് പോകുന്നില്ല.
വഞ്ചി ഇപ്പം കടലിൽ പോകാൻ വേണ്ടി ഇവർ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഇപ്പം ഒന്ന് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും തിരിയും. ഭയങ്കര കാറ്റും കോളുമാണ് ഇവിടെ. വഞ്ചി ഇപ്പോൾ ഒലയെന്ന് നിങ്ങൾ കാണുന്നുണ്ടാവും. അങ്ങനെ നമ്മൾ കറക്റ്റ് ധനുഷ്കോടിയുടെ എൻഡിങ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇത് ഈ കാണുന്ന സ്ഥലമാണ് ധനുഷ്കോടിയുടെ അവസാന ഭാഗം. ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കി ഈ കാണുന്ന ഇവിടെയാണ് ശ്രീലങ്കയുള്ളത്. ഇവിടുന്ന് ഏതാണ്ട് 15 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. പണ്ട് ഇവിടുന്ന് പിന്നെ ബോട്ട് സർവീസും അതുപോലെ തന്നെ ഉരു സർവീസൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് ശ്രീലങ്കയിലേക്ക് വ്യാപാരമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ ചുഴലിക്കാറ്റും ആ പേമാരിയൊക്കെ വന്നപ്പോൾ അതൊക്കെ അവസാനിച്ചു പോവുകയാണ് ചെയ്തത്. കാരണം ഈ നഗരമേ ഇല്ലാതായി, ഈ ധനുഷ്കോടിയേ ഇല്ലാതായി. അങ്ങനെയാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിമനോഹരമായ ഒരു ദൃശ്യം തന്നെ കേട്ടോ. നല്ല രസമുണ്ട് ധനുഷ്കോടി ഭാഗങ്ങളൊക്കെ കാണാൻ വേണ്ടി. പിന്നെ ഇപ്പോൾ ഇവിടെ വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് അധികം വണ്ടികളൊന്നും ഇങ്ങോട്ട് വിടുന്നില്ല. അതുകൊണ്ട് ഉള്ളൊരു ആൾക്കുറവ്. നല്ല രസമുണ്ട്, അതിമനോഹരം. നമ്മൾ ധനുഷ്കോടിയുടെ അവസാന പോയിന്റ് കണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും അതായത് നഗരം, അതായത് ധനുഷ്കോടി നഗരം പിന്നെ ഉപേക്ഷിക്കപ്പെട്ടൊരു നഗരമുണ്ട് കുറച്ച് മുന്നോട്ട് നീങ്ങാൻ നേരത്ത്. അതായത് ഈ കാറ്റിലും പേമാരിയിലും ഈ പിന്നെ ഈ കടൽക്ഷോഭത്തിലൊക്കെ നഷ്ടപ്പെട്ട ഒരു നഗരം, കുറച്ച് ഒരു പള്ളി, അമ്പലം, അതുപോലെ തന്നെ വീടുകൾ. അതായത് ഈ ധനുഷ്കോടിയിലെ ജനത ഉപേക്ഷിച്ച ഒരു നഗരമാണത്. അപ്പോൾ ആ നഗരം ഇനി നമുക്ക് കാണാൻ പോയിട്ട്. പിന്നെ അതുപോലെ തന്നെ പറയാം, ഭയങ്കര ചൂടാണ്. രാവിലെ 9:10 ആയതുള്ളൂ. ഭയങ്കര ചൂടാണ്, നല്ല രീതിയിൽ ചൂടുണ്ട്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ പടയപ്പയായി. ഞങ്ങൾ വെളിയിലൊക്കെ ഊരി കൈ പിടിച്ചേക്കുവാണ്, കണ്ടില്ലേ. ഈ ധനുഷ്കോടിയിൽ വരാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും രാവിലെ വരുന്നതായിരിക്കും കേട്ടോ ഇച്ചിരി കൂടി നല്ലത്. കാരണം ഒരു പ്രത്യേക ക്ലൈമറ്റും പിന്നെ വെയിലൊന്നും ഉണ്ടാവില്ല. അടിപൊളി ഒരു നല്ല രസമല്ലേ രാവിലെ വന്നു കഴിഞ്ഞാൽ. പിന്നെ ഈവനിങ് ഇങ്ങോട്ട് വരുന്നതിന് പ്രത്യേകിച്ച് പാസോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എന്താ പറയുക, രാമേശ്വരത്ത് നിന്ന് ബസ് കിട്ടും, പിന്നെ ടാക്സി കിട്ടും, എല്ലാ മാർഗവും ഉണ്ട്. പിന്നെ ടാക്സി ഒരിക്കലും 1500 രൂപ ചാർജ് ആകും കേട്ടോ. ടാക്സിക്ക് ഒരിക്കലും പേരുണ്ട്. കാരണം ടാക്സിക്ക് 1500 രൂപ ബസ് ഉണ്ട്. എന്തായാലും വരുന്നവർ പിന്നെ വരുന്നവരൊരു ഗുണം ഇതേപോലെ ഇങ്ങനെ തന്നെ അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്ന ഇതാണ് ഈ ധനുഷ്കോടിയിൽ പണ്ടത്തെ ആ കടൽക്ഷോഭത്തിലും ആ ചുഴലിക്കാറ്റിലും ഒഴിയപ്പെട്ട ആ ഒരു നഗരം. അതിൻ്റെ ഒരു സൈഡിലുള്ളൊരു പള്ളിയാണിത്. ഇതൊക്കെ പൂർണ്ണമായിട്ടും നശിച്ച് പോയി. ഇതിൻ്റെ ഒന്നുമില്ല, പൂർണ്ണമായിട്ടൊക്കെ നശിച്ച് കിടക്കുന്ന ഒരു ദേവാലയം ആകെ ഇതിൻ്റെ ഉണ്ടെന്ന് പറയാനായിട്ടുള്ളൂ. ഈ പള്ളിയുടെ ആകെ കാണാനായിട്ട് ഈ ഒരു അൾത്താര മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ബാക്കിയൊക്കെ ഫുള്ള് നശിച്ചു, ഒന്നുമില്ല. അന്നത്തെ പേമാരി ആ ചുഴലിക്കാറ്റൊക്കെ ഇവിടെ ശരിക്കും എന്താ പറയുക, ഈ നഗരത്തെ തന്നെ ഇല്ലാതാക്കി കളഞ്ഞ ഒരു ഇതെന്ന് പറയാം. കണ്ടോ, ഇതൊക്കെ തീരുമാനം കണ്ടോ, ഇതൊന്നും ഇല്ല. ഇതുപോലെ തന്നെ
ഇതുപോലെ തന്നെ ഇഷ്ടംപോലെ വീടുകൾ, അമ്പലങ്ങൾ, പല പല സ്ഥാപനങ്ങളൊക്കെ ഇവിടുന്ന് ആൾക്കാർ, അതായത് എല്ലാം നഷ്ടപ്പെട്ട് ഇവിടുന്ന് വിട്ടുപോകേണ്ട, പിന്നെ കുറേ ആളുകളുടെ ജീവിതം എന്നാ പറയുക, ജീവൻ നഷ്ടപ്പെടുകയും അങ്ങനൊരു വലിയ ദുരന്തം തന്നെ ഇവിടെ സംഭവിച്ചാണ്. ഈ ധനുഷ്കോടിയിൽ വലിയ തന്നെ ദുരന്തം സംഭവിച്ചാണ്. അപ്പോൾ ആൾക്കാരെല്ലാം ഇട്ടെറിഞ്ഞു പോവുകയും അങ്ങനെ തന്നെ പറയാം, ഒരു ലാസ്റ്റ് തമിഴ്നാട് ഗവൺമെൻറ് തന്നെ ഒരു പ്രേത നഗരമായിട്ട് ഇതിനെ പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. ഇതുപോലെ ഇഷ്ടം പോലെ നമുക്ക് കാണാനുണ്ട് ഈ ധനുഷ്കോടി ഈ ഭാഗങ്ങളിൽ. അതായത് നമ്മുടെ മുന്നിൽ കാണുന്ന ഇതൊക്കെ അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന വീടുകളും ഓരോ സ്ഥാപനങ്ങളുമാണ് ധനുഷ്കോടിയിലെ. ഇങ്ങനത്തെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന, കാരണം പേമാരിയിലും ആ കടൽക്ഷോഭത്തിലും നഷ്ടപ്പെട്ട് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന കുറേ എന്താ പറയുക ഉപേക്ഷിക്കപ്പെട്ട വീടുകളും ഓരോ സ്ഥാപനങ്ങളും പള്ളി അമ്പലങ്ങളും അത് നിറയെ കാണാം ഈ ഏരിയയിൽ. ഒരു എന്നാ പറയുക, ഒരു ജനതയുടെ കഷ്ടപ്പാട് അവർ ഉപേക്ഷിച്ചു പോയ ഒരു കാഴ്ച. അപ്പോൾ ഇതാണ് ധനുഷ്കോടിയുടെ ഈ ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ആ കടലിൻ്റെ അങ്ങേയറ്റം പോയിട്ട് ഈ നടുഭാഗത്തിലേക്ക് വരുമ്പോഴാണ് ഇതേപോലെയുള്ള ഈ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത്, അതായത് ഒരു ഉപേക്ഷിക്കപ്പെട്ട നഗരം ഈ കാഴ്ച കാണുന്നത്. ഇവിടെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ജനത കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു നഗരം പെട്ടെന്ന് പ്രകൃതി കൊണ്ടുപോയ ഒരു ഫീലിങ്. അതായത് അത്ര എന്താ പറയുക, പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ബിൽഡിങ്ങിൻ്റെ ഭാഗങ്ങളും അതുപോലെ തന്നെ അങ്ങനെ ഒരു എന്താ പറയുക ആരാധനാലയങ്ങളും അങ്ങനെയുള്ള ഒരു ഫീലിംഗാണ് നമുക്ക് ഇവിടെ നൽകുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് വശം എന്ന് പറയുമ്പം ഈ നഗരത്തിൻ്റെ ഫ്രണ്ട് വശം പിന്നെ ബീച്ചും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ അവരെ ബോട്ട് അടിപ്പിക്കണൊക്കെ സ്ഥലങ്ങളാണ് ഈ ഫ്രണ്ട് മൊത്തം. ഇതൊക്കെ പൂർണ്ണമായി നശിച്ചൊരു ബിൽഡിങ് തന്നെയാണ്. ബിൽഡിങ് എന്നല്ല, ഒരു കെട്ടിടമെന്ന് നമുക്ക് പറയാം. പൂർണ്ണമായിട്ടില്ല. അതായത് നമ്മുടെ ഇഷ്ടികയിലുണ്ട് നിർമ്മിച്ചാക്കണം ഇത് മൊത്തം. ഇതൊക്കെ പൂർണ്ണമായി നശിച്ചു. ഈ ഇങ്ങോട്ട് വന്നാൽ ഈ ഏരിയ മൊത്തം അങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മുടെ ഈ ഫ്രണ്ടിൽ കാണുന്ന ഇതൊരു പഴയ ക്ഷേത്രമായിരുന്നു. ഇത് ഈ പിന്നെ എന്താ പറയുക, ഈ പ്രകൃതി ദുരന്തത്തിൽ നഷ്ടപ്പെട്ടാണ്. അതുപോലെ തന്നെ ഈ നേരത്തെ കണ്ട് ഈ വലിയ ഒരു പിന്നെ ഒരു ബിൽഡിങ്, ഇത് പിന്നെ പോസ്റ്റ് ഓഫീസും അതുപോലെ തന്നെ ആശുപത്രിയും കൂടിയായിരുന്നു. പിന്നെ ഇത് റെയിൽവേ ഇതായിരുന്നെന്നാണ് പറഞ്ഞത്, റെയിൽവേ പോസ്റ്റ് ആയിരുന്നു അവർ പറഞ്ഞത്. ഏതാണ്ട് 56 വർഷമായി ഇവിടെ ഈ ദുരന്തം നടന്നു കഴിഞ്ഞിട്ട്. അതായത് ഒരു ഡിസംബർ മാസമാണ് ഈ ദുരന്തം നടന്നത്. ഒരു 1968, 64 ആ ഒരു കാലഘട്ടത്തിലാണ് ഇവിടെ ഈ ദുരന്തം നടക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ പിന്നെ എന്താ പറയുക, ഈ നഗരത്തിലുണ്ടായിരുന്ന എല്ലാം പ്രകൃതി തിരിച്ചെടുക്കുകയാണ് ചെയ്തത്. പ്രകൃതി തിരിച്ചെടുത്തു. അതെ, അത്ര എന്നാ പറയുക, എല്ലാം തകർന്നടിഞ്ഞ രീതിയിലാണ് നമുക്കിവിടെ എല്ലാം കാണാൻ കഴിയുക. അമ്പലം ആയിക്കോട്ടെ, പള്ളി ആയിക്കോട്ടെ, ആശുപത്രി ആയിക്കോട്ടെ, എല്ലാം ഒന്നുമില്ല, എല്ലാം പൂർണ്ണമായിട്ട് നശിപ്പിച്ചു. എന്നാൽ എന്തൊക്കെയോ ബാക്കി വെച്ച പോലെയാണ് നമുക്കിവിടെ എല്ലാം പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുക. എന്നാ പറയുക, നമ്മളെ ധനുഷ്കോടിയുടെ അങ്ങേയറ്റത്തോട് വരുമ്പം കടലിൻ്റെ വേറൊരു മുഖവും, ഈ നടുക്ക് വരുമ്പം ഒരു ദുരന്തത്തിൻ്റെ മറ്റൊരു മുഖമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പം ധനുഷ്കോടിയിൽ ഇതാ ഇവിടം വരെ മാത്രമേ വണ്ടി വിടുന്നുള്ളൂ. അപ്പോൾ ഇങ്ങോട്ട് നമ്മൾ 5 കിലോമീറ്ററോളം നമ്മൾ നടന്ന് വേണം നമ്മൾ ഫ്രണ്ടിലേക്ക് പോകാൻ വേണ്ടി. ഈ ഭാഗം വരെ ഇപ്പം വണ്ടി വിടുന്നുള്ളൂ, കാരണം അവിടെ വെള്ളം കൂടുതലായതുകൊണ്ടാണെന്നാണ് പറഞ്ഞത്. നമ്മുടെ വണ്ടി ഈ ഒരു ഭാഗത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വണ്ടീനെ ഇവിടെയാണ് ഇട്ട്. ഇനി ഇവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് യാത്ര ഫ്രണ്ടിലേക്ക് ഇച്ചിരി നീക്കാം, കാരണം ഇവിടെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ നമ്മൾ കാഴ്ചകൾ കണ്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് രാമേശ്വരത്തോട് പോവുകയാണ്. നമ്മളിവിടുത്തെ കാഴ്ചകൾ കണ്ട് ഫ്രണ്ടിലേക്ക് നീങ്ങി ഇനിയും APJ അബ്ദുൽ കലാമിൻ്റെ വീട്, അതുപോലെ തന്നെ ആ ഒരു ടെമ്പിളുണ്ട്, ഇതൊക്കെ കവർ ചെയ്ത് യാത്ര. ധനുഷ്കോടിയിൽ നിന്ന് ഞങ്ങളിപ്പോൾ രാമേശ്വരത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാമേശ്വരത്തിന്റെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.